നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 6, 7 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 5 രാത്രി 11:25 PM മുതൽ ഏപ്രിൽ 8 രാവിലെ 7:55 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇത് രാശിഫലങ്ങളാണ്. ഇതിലൊരു 50% വരെ സാധ്യത. പക്ഷേ അത് 100% വരെ നിങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ ഇവയൊക്കെ അനുകൂലമായിരിക്കണം. മഹാദശ, അന്തർദശ ആണെങ്കിൽ ഈ ഫലം 100% സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം. അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒരു 1-2% ഫലപ്രാപ്തി കുറയും. പിന്നെ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് പ്രോത്സാഹനം തരിക. ഈ ദിവസങ്ങളിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ സ്വക്ഷേത്ര ആയ കർക്കിടകം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൊതുവെ 12 രാശിക്കാർക്കും ഒരു 10-25% ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഗുണഫലങ്ങളുള്ളവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും. അതേസമയം ദോഷഫലങ്ങളുള്ളവർക്ക് ഒരു 10-25% ദോഷഫലം കുറഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 1, 2, 3, 4 രാശിക്കാർക്കാണ് ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ കൂടുതലുള്ളത്. അതേസമയം 3 രാശിക്കാർക്ക് ഈ പറഞ്ഞ കണക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. അവർക്ക് ഒരുപാട് ഗ്രഹങ്ങൾ 7 മുതൽ 8 വരെ ഗ്രഹങ്ങൾ അനുകൂലവും, അതേസമയം അവർക്ക് കാര്യമായ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇല്ലാതാണ്. ഈ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴാണ് കുഴപ്പം കൂടുതൽ. അപ്പോൾ ഏകദേശം 4 രാശിക്കാർക്കാണുള്ളത്. അതിൽ പെടുന്നതാണ് മേടം രാശി. പിന്നെ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ഉള്ളവർ തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലാത്ത രാശിക്കാരുമുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് മേടം രാശിയുടെ കാര്യം പറയുമ്പോൾ ചൊവ്വ, സൂര്യൻ, ശനി, സർപ്പം ഇത് 4 പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ഡയറക്റ്റായിട്ട്. അതേസമയം ഇവർക്ക് വ്യാഴം ധനസ്ഥാനത്തുണ്ട്. അതുപോലെ ബുധനും ശുക്രനും അനുകൂലമാണ്. ശുക്രൻ അനുകൂലമാണ്. വ്യാഴം, കേതു, ശുക്രൻ ഇവ 3 അനുകൂലമാണ്. എങ്കിലും ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ പാപഗ്രഹങ്ങളായതുകൊണ്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുതന്നെ സൂര്യൻ, ശനി, സർപ്പം ഇത് 3 പാപഗ്രഹങ്ങൾ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് ഇൻകം ടാക്സ് പ്രോബ്ലമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്ക് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതാണ്.
അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാലിറ്റീസൊക്കെ ഈ ഇതിൻ്റെ സി എക്കാരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത് നന്നായിരിക്കും. കാര്യം അപ്രതീക്ഷിതമായിട്ട് ഇൻകം ടാക്സിൻ്റെ ഈ പേപ്പറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ നീചരാശിയിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് നിയമപരമായ പ്രശ്നങ്ങൾ, ഈ ഇൻകം ടാക്സ് പേപ്പർ വരിക അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റ് കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അല്പം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. പിന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, എത്ര ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിന്നാലും, പാപഗ്രഹങ്ങളല്ല, എല്ലാം 9 ഗ്രഹങ്ങളും പ്രതികൂലമാണെങ്കിലും ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ദുര്യോഗവും നമുക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ വ്യാഴം അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കുറച്ചൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഈ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവർ ശനി പ്രതികൂലമാണ്, 7 ശനി തുടങ്ങി. കൂടാതെ സൂര്യനും ഇവിടെ 12 ഭാവത്തിലാണ്. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ക്ഷേത്രങ്ങളിൽ പോവുക. അതുപോലെ ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിലും പോവുക. ശിവക്ഷേത്രത്തിലാണ് പ്രധാനമായിട്ടും പോകേണ്ടത്. അതുപോലെ തന്നെ ശനിയാഴ്ച എള്ളുവിളക്ക്, നെയ്വിളക്ക് ഇവ കത്തിക്കുക. അതുപോലെ തന്നെ ആയില്യം ദിവസം സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ 100 പാലും അതുപോലെ തന്നെ പുള്ളുവ പാട്ട് പാടിക്കുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം, അതുപോലെ തന്നെ ഈ ഭസ്മാഭിഷേകം ഒക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ഗുണവർദ്ധന ഉണ്ടാവും, ദോഷങ്ങൾ ഒഴിയും. ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക. സദാസമയവും 24 മണിക്കൂറും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഈ ദോഷാദിക്യം എല്ലാം മാറുന്നതാണ്. ഓക്കെ, ഇനി ഇടവൻ രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പ്രതികൂലം എന്ന് പറയാവുന്നത് വ്യാഴമാണ്, പക്ഷെ അത് ശുഭഗ്രഹമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, അതുപോലെ തന്നെ അർച്ചനകൾ. അപ്പോൾ കൂടാതെ അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഏറ്റവും വലിയൊരു തുളസിമാല നിങ്ങൾ സമർപ്പിക്കുക വ്യാഴാഴ്ച. അതുപോലെ തന്നെ ഇവർക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, എല്ലാം കിട്ടുന്ന സമയമാണ്. പക്ഷേ ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക. അത് ഞാൻ ഓരോന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. 8 ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മനുഷ്യന് ആവശ്യമുള്ള മുഴുവൻ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. ചന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇടവൻ രാശിയുടെ ഗുണഫലങ്ങൾ ഞാൻ കൂടുതലും നിരത്തുന്നില്ല. എല്ലാം ഒരു മനുഷ്യന് ആവശ്യമുള്ള മുഴുവൻ ഇവർക്ക് കിട്ടുന്നതാണ് ഇടവൻ രാശിക്ക്. അപ്പോൾ ഇതിനകത്ത് 3 രാശിക്കാർക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. അതിൽ തന്നെ ഇടവൻ രാശിക്കാണ് ഏറ്റവും അടിപൊളി സമയം. അതവർ വിവേകപൂർവം കാര്യങ്ങൾ സാധിച്ചെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇടവൻ രാശിയെക്കുറിച്ച് ഇനി കാര്യമായിട്ടൊന്നും പറയുന്നില്ല, അവർക്ക് എന്തും നേടാവുന്ന ദിവസങ്ങളാണ്. ഇനി മിഥുനം
മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർതം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ശനി കർമ്മഭാവത്തിൽ നിൽക്കുന്നു. കണ്ടകശനിയാണ്. അപ്പോൾ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും കർമ്മഭാവത്തിൽ ശനി കണ്ടകശനി ആണെങ്കിലും അത്യാവശ്യം ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വലിയ ഒരു 70% ദോഷമേ ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് സൂര്യനും ബുധനും കർമ്മഭാവത്തിൽ രവി ബുധയോഗത്തോടുകൂടി നിൽക്കുകയാണ്. തൊഴിൽ നേട്ടമുണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ 12ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ ശനിയും വ്യാഴവും ഒക്കെ പ്രതികൂലമാണ്. എങ്കിലും വേറെ മറ്റ് ഗ്രഹങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നുമുണ്ട്. നമുക്ക് ഇവർക്കൊരു ഗുണദോഷ സമ്മിശ്രമെന്ന് നമുക്ക് ഫലം പറയാം. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർതം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യം നമുക്ക് പറയാൻ പറ്റും. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വയാണ് ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. പാപഗ്രഹമാണ്, അത് ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ ചെറിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവാം. അതൊഴിച്ചാൽ ബാക്കി ഗ്രഹങ്ങളിൽ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിട്ടുള്ള ഫലം തരും. മോശമില്ലാത്ത ഒരു ഗ്രഹനിലയാണ് വന്നേക്കുന്നത്. ഇവർക്ക് ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ ഈ ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാവും, വർദ്ധിക്കും. അതുവഴി നേട്ടങ്ങളുണ്ടാവും. പിന്നെ അത്യാവശ്യം ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 11ാം ഭാവത്തിലാണ്, ലാഭസ്ഥാനത്താണ് വ്യാഴം. അത് മെയ് 14 വരെയേ ഉള്ളൂ. ഏകദേശം 40 ദിവസം കൂടി അതുള്ളൂ. അതിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കർക്കിടക രാശിക്കാർ ഇവർക്ക് അത്യാവശ്യം ഗുണാധിക്യം ഉള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂര, ഉത്രം ആദ്യ പാദം. ഇവർക്ക് 4 പാപഗ്രഹങ്ങളും ചന്ദ്രനും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അതിൽ തന്നെ സൂക്ഷിക്കേണ്ടത് അഷ്ടമത്തിൽ സൂര്യൻ, ശനി, സർപ്പം ഇവ നിൽക്കുന്നു. ചൊവ്വ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ഇത് 4 വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. എന്നാൽ ബുധനും ശുക്രനും അഷ്ടമത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഈ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. മേടം രാശിയെ പോലെ തന്നെ ഇവരും ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ അതുപോലെയൊക്കെയുള്ള അനുഷ്ഠാനങ്ങൾ പാലിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് ദോഷാധിക്യം മാറി ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച, ചൊവ്വാഴ്ച തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ജീവിത പങ്കാളിക്ക്
ദേഹാസ്വാസ്ഥ്യം വരാം. അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള കലഹങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ബോധപൂർവം വിവേകപൂർവം അതിനെ നേരിട്ട് അതൊക്കെ നിസ്സാരവൽക്കരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവണം. പിന്നെ ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴമുണ്ട്. ഇവിടെ ചന്ദ്രനും ചൊവ്വയും 11ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നേട്ടവും ഉണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്, ചൊവ്വയും വ്യാഴവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ ഇവർക്ക് കിട്ടും. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നു. എങ്കിലും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലും പിന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മറികടക്കാൻ പറ്റും. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പ്രതികൂലമെന്ന് പറയാൻ വ്യാഴം അഷ്ടമത്തിലാണെന്നുള്ളതേ ഉള്ളൂ. അത് പക്ഷേ ഒരു ശുഭഗ്രഹമായതുകൊണ്ട് വലിയ ദുര്യോഗങ്ങളൊന്നും വരില്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഗ്രഹങ്ങൾ മുഴുവൻ, അതായത് പാപഗ്രഹങ്ങൾ മുഴുവൻ ഇവർക്ക് അനുകൂലമാണ്. സൂര്യൻ, ശനി, സർപ്പം, ചൊവ്വ, കേതു, ഇതെല്ലാം ഈ പാപഗ്രഹങ്ങൾ മുഴുവൻ ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ അനുകൂലമാകുന്നതാണ് ഏറ്റവും ഗുണകരം. ഇപ്പോൾ ഒരു ശുഭഗ്രഹം അനുകൂലമായ 1,00,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പാപഗ്രഹം അനുകൂലമാകുമ്പോൾ 2,00,000 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വിവേകപൂർവ്വം അത് ഉപയോഗിക്കാം. അത് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. അതേസമയം അനുകൂലമായിട്ട് പാപഗ്രഹങ്ങൾ എത്ര എണ്ണോ, സൂര്യൻ, ശനി, സർപ്പം, ചൊവ്വ, കേതു. അപ്പോൾ 5 പാപഗ്രഹങ്ങൾ, അതായത് മുഴുവൻ പാപഗ്രഹങ്ങളും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് പറയുന്നത് പോലെ ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ്. അമ്പരപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് വരാം. സൗഭാഗ്യം എന്ന് പറയുമ്പോൾ, സമ്പത്തെന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, മറ്റ് രീതിയിലുള്ള, അതായത് ഇവിടെ തുലാം രാശിക്ക് ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ നിയമ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മറികടക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും. പിന്നെ സർവകാര്യ വിജയം, അതായത് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ തുലാരാശിക്കാരുടെ കാര്യം ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നല്ല കാലമാണ്. അത് ഈ ഒരു 2-2.5 വർഷക്കാലം ഇനി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റ് ഗ്രഹങ്ങൾ എല്ലാം ഒക്കെ എന്തെങ്കിലും, അത് തന്നെ മെയ് 14 ശേഷം വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ, ഒരു 10-40 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്ന കാലങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ 2.5 വർഷം നിങ്ങൾ പരമാവധി നേട്ടങ്ങൾ കൊയ്യാൻ, അതായത് ബുദ്ധിപരമായിട്ട് വിവേകപൂർവം ഈ നല്ല കാലം നമ്മൾ വിനിയോഗിക്കുക. അതായത് നല്ല ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ ഉദ്യോഗമുള്ളവരൊക്കെ തന്നെ ഉദ്യോഗത്തിന് പുറത്തുനിന്ന് വരുമാനം കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. അതായത് നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കാത്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അത് ഈ മെയ് 14 ശേഷം തീർച്ചയായിട്ടും വലിയ രീതിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. നേട്ടങ്ങളുടെ ഘോഷയാത്ര വരാൻ പോവുകയാണ്. അത് തുലാം രാശിക്കാർക്ക്
നല്ല കാലം തന്നെയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാര്യം എല്ലാം നിങ്ങൾക്ക് കരഗതമാവും, സംഭവിക്കും. ഓക്കെ. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് ഈ പറഞ്ഞ പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. ഉള്ളതെല്ലാം അനുകൂലമാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ശനി 5ാം ഭാവത്തിലാണ്. 5ാം ഭാവത്തിൽ ശനി വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നത്. അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. അപ്പോൾ പ്രതികൂലമായിട്ട്, ഡയറക്റ്റ് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. കൂടാതെ സർപ്പം, കേതു, ശുക്രൻ, വ്യാഴം ഇതൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണെന്ന് നമുക്ക് പറയാം. 4 ഗ്രഹങ്ങളേ ഉള്ളൂ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. എങ്കിലും ഇവർക്ക് ഗുണാധിക്യം ഞങ്ങൾ പ്രവചിക്കുന്നു. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. അഷ്ടമത്തിലാണ് ചൊവ്വ. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ കണ്ടകശനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്പം ശ്രദ്ധിക്കുക. കാര്യം സാങ്കേതിക പിഴവുകൾ കാരണങ്ങൾ അതുകൊണ്ട് സാങ്കേതിക പിഴവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബുധൻ ശുക്രനും ഇവിടെ അനുകൂലമാണ്. എങ്കിലും വ്യാഴം 6ാം ഭാവത്തിലാണ്, പ്രതികൂലമാണ്. അതുപോലെ ചന്ദ്രൻ അഷ്ടമത്തിലാണ്. അപ്പോൾ അത്ര നല്ല ദിവസങ്ങളല്ല. എങ്കിലും ധനുരാശിക്ക് ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഇവർ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അല്പം ദോഷാധിക്യമൊക്കെ ഉള്ളത് മറികടക്കാൻ പറ്റും. ഓക്കെ. ഇനി മകരം രാശി. അടുത്ത ഇടിവെട്ട് രാശിയാണ് മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പ്രതികൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. വ്യാഴവും ശനിയും ഒക്കെ അനുകൂലമാണ്. സൂര്യൻ, ശുക്രൻ, സർപ്പം, കേതു, ചന്ദ്രൻ ഇവയൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഇടിവെട്ട് സൗഭാഗ്യമാണ്. പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ബുധനിവിടെ 3ാം ഭാവത്തിൽ അനുകൂലമല്ലെങ്കിലും ബുധനൊരു ശുഭഗ്രഹം ആയതുകൊണ്ട് കാര്യമായ ദോഷമൊന്നും പ്രശ്നം വരത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സൂര്യൻ ഈ മീനമാസം മുഴുവൻ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ ഭാഗ്യം പ്രധാനമായിട്ട് പറയുന്നു. 3ാം ഭാവത്തിൽ ശനിയുണ്ട്, അത് അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതാണ് ഇവരുടെ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമാണ്. അതിനൊപ്പം സൂര്യനും ശുക്രനും എല്ലാം അനുകൂലമാണ്. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദാമ്പത്യ രംഗത്ത് ഊഷ്മളമായ അനുഭവങ്ങളുണ്ടാവും. അതുപോലെ ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. കാര്യം വ്യാഴം 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇത് വ്യാഴം മെയ് 14 വരെ അനുകൂലമായിട്ടുള്ളൂ. പിന്നെ 6ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് വരും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാവും. ചുരുക്കത്തിൽ മകരം രാശിയെക്കുറിച്ചും ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല.
ഇടിവെട്ട് സൗഭാഗ്യമാണ്. എന്ത് വേണമെങ്കിലും നേടാം. ആ രീതിയിലുള്ള സമയമാണ്. ഇനി കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതിൽ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതൊരു ഹൈലൈറ്റാണ്. 6ാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഇവ അനുകൂലമാണ്. പക്ഷേ ശനി ഈ പറഞ്ഞ 7 ശനി ആണ്. അപ്പോൾ ശനിദോഷം മാറാൻ ഉള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, ശനിയുടെ പ്രതിഷ്ഠയുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഈ ശനിക്ക് എള്ളുവിളക്ക്, അതുപോലെ നെയ്വിളക്ക് ഒക്കെ കത്തിക്കുക. പിന്നെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം വരാനുള്ള സാധ്യതയാണ്. പിന്നെ ബന്ധങ്ങൾ വഴി ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ വഴി നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിലും നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. പിന്നെ ഉള്ളത് മീനം രാശിയാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ശുക്രൻ മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. അതിനൊപ്പം സൂര്യൻ, ശനി, സർപ്പം ഈ പാപഗ്രഹങ്ങൾ 3 ലഗ്നത്തിൽ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇവരും ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതൊക്കെ അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് മാറ്റിയെടുക്കാം. അത് മാത്രമല്ല ഗുണാധിക്യം നേടിയെടുക്കുകയും ചെയ്യാം. ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 6-4-2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 9, 4, 2, 5 ഇവയൊക്കെ ഭാഗ്യസംഖ്യകളാണ്. പിന്നെ 7-4-2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. പിന്നെ 7, 4, 9, 5, 8 ഇവയൊക്കെ ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 6-7 തീയതികളിൽ രാവിലെ 4:43 AM മുതൽ 5:31 AM വരെയാണ് 6-7 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 6-ാം തീയതി ഉച്ചയ്ക്ക് 12 PM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് 6-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 7-ാം തീയതി ഉച്ചയ്ക്ക് 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 7-ാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 6-ാം തീയതി വൈകിട്ട് 4:57 PM മുതൽ വൈകിട്ട് 6:28 PM വരെയാണ് 6-ാം തീയതി രാഹുകാലം, ഞായറാഴ്ച. 7-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7:51 AM മുതൽ രാവിലെ 9:22 AM വരെയാണ് രാഹുകാലം. 7-ാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 6-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 7-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന്
എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.